ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിലെ ഒരു കോർപ്പറേഷൻ BJP സഖ്യം പിടിക്കുന്നത്. BJP തന്നെ തലസ്ഥാന നഗരം തിരുവനന്തപുരം. അവർ ഏതാണ്ട് കേവല ഭൂരിപക്ഷം അവർക്ക് കിട്ടി. 101-ൽ 50 സീറ്റ് കിട്ടി. മറ്റുള്ളവർക്ക് എന്തായാലും ഒന്നിച്ച് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് അവർ ഭരിക്കുന്നു. ശ്രീ VV രാജേഷ് അവിടെ മേയർ ആവുന്നത് മുതൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. BJPക്കകത്ത് മേയറാവാൻ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ട് എന്ന പ്രചരണം ശക്തമായിരുന്നു. മുൻ DGP R ശ്രീലേഖ ആ സ്ഥാനത്തേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചവർ ധാരാളം ഉണ്ടായിരുന്നു. ഏതായാലും BJPയുടെ പാർട്ടി എന്ന നിലയ്ക്ക് തീരുമാനിച്ചത് രാഷ്ട്രീയ അനുഭവമുള്ള VV രാജേഷ് ആകട്ടെ എന്നുള്ളതാണ്. പക്ഷേ അത് തുടക്കം മുതൽ തന്നെ അതിൻ്റെ കല്ലുകടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത് ഏറ്റവും ഒടുവിൽ ദില്ലിക്ക് പോകുന്ന സംഘത്തിൽ തന്നെ ശ്രീലേഖ ഇല്ലാതിരിക്കുന്നു, ചില ഡ്രാമകൾ നടക്കുന്നു, മോദി സന്ദർശിച്ചപ്പോൾ ശ്രീലേഖയെ കാണാതിരിക്കുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും ആ അർത്ഥത്തിൽ തിരുവനന്തപുരത്ത് BJP തുടക്കി. പക്ഷേ തുടങ്ങുമ്പോൾ വലിയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആഴ്ചകൾക്കകം പ്രധാനമന്ത്രി അവിടെ വരും. പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിനുള്ള വലിയൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. ആ ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് സമർപ്പിക്കും. അതനുസരിച്ച് തിരുവനന്തപുരത്തെ ഒരു അന്താരാഷ്ട്ര വലിപ്പമുള്ള ഒരു സ്ഥലമാക്കി മാറ്റും. ഇതൊക്കെയായിരുന്നു വാഗ്ദാനം. പക്ഷേ ഒന്നും നടന്നില്ല. പ്രധാനമന്ത്രി വന്നു, ബ്ലൂ പ്രിന്റ് കൊണ്ടൊന്നും അറിയില്ല, നമ്മൾ കണ്ടില്ല. ബ്ലൂവിൽ ബ്ലൂ മാത്രമേ ഉള്ളൂ, വേറെ കളറൊന്നും ഇല്ലേ എന്ന് പറയില്ല. എന്തായാലും തിരുവനന്തപുരത്തിന്റെ കാര്യം സ്വാഹ. അതുമാത്രമല്ല, കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ വലിയ പ്രതീക്ഷയാണ് BJPക്കാർക്ക് ഉണ്ടായിരുന്നത്. അവിടെയും ആമയും തവളയും ഒക്കെയാണ് കേരളത്തിന് കിട്ടിയത്, വേറൊന്നും കിട്ടിയില്ല. തിരുവനന്തപുരത്തിന് സ്വാഹ, ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേരളത്തിൽ ഒരു താല്പര്യവുമില്ല എന്ന രൂപത്തിലാണ് ആളുകൾ കണ്ടത്. അതിന്റെ പിന്നിൽ മറ്റൊരു തന്ത്രവുമുണ്ട്, CPMനെ സഹായിക്കാനാണ് എന്നൊരു വാദവുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചില നുടുക്കുവേലകൾ, ഒരുപക്ഷെ KSRTCയിൽ നിന്ന് വണ്ടി പിടിച്ചു വാങ്ങുക തുടങ്ങിയ ചില കലാപരിപാടികളൊക്കെ ശ്രമിച്ചു. അതൊന്നും ഇപ്പം നടന്നിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും സംഭവിക്കാത്ത ഒരു കോർപ്പറേഷൻ ആയി അത് മാറുന്നു. BJPക്ക് ഒരു ഗുണമുണ്ട്. ഒരു തവണ ജയിച്ചാൽ അടുത്ത തവണ അവരോട് ജയിക്കില്ല. പണ്ട് നേമത്തൊരു MLA ഉണ്ടായിരുന്നു, രാജഗോപാൽജി. അടുത്ത തവണ വന്നപ്പോൾ ആ MLA സ്ഥാനം പോയി. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു MP ഉണ്ട്. എന്ന് തെരഞ്ഞെടുപ്പ് നടത്തിയാലും ആ MP 8 നിലയ്ക്ക് പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്രയുണ്ട് അദ്ദേഹത്തിന് ജനപ്രീതി അവിടെ. ജനപ്രീതി മാത്രമല്ല, പാർട്ടിക്കകത്തുള്ള പ്രീതിയാണ്. ഇപ്പൊ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നഗരസഭ സുരേഷ് ഗോപിക്ക് വലിയ ലീഡ് നൽകിയ നഗരസഭയാണ്. അവിടെ അത് UDF പിടിച്ചു എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോയി, ഒരുപാട് മണ്ണ് ഒഴുകിപ്പോയി. തിരുവനന്തപുരത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നതാണ്. അതിനുവേണ്ടി ഇപ്പൊ ഡൽഹിക്ക് യാത്ര ചെയ്യാണ്. ഇന്നത്തെ കാലത്ത് ഡൽഹിക്ക് യാത്ര ചെയ്യേണ്ട കാര്യം എന്താ? ഇന്നത്തെ കാലത്ത് ഗൂഗിൾ മീറ്റിലും അല്ലെങ്കിൽ മറ്റ് മീറ്റിലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം. അങ്ങനെ തീരുമാനിക്കാവുന്നിടത്ത് ഇതിലൊക്കെ നാട്ടുകാരുടെ പണം ചെലവാക്കി വിമാനത്തിൽ കയറി ഡൽഹി പോയി ഡൽഹി കാണാം. അത് നല്ലതാണ്. നമ്മുടെ മന്ത്രിമാരും MLA മാരും ജനപ്രതിനിധികളും ഒക്കെ ഇങ്ങനെ കാശ് ചെലവാക്കി, നാട്ടുകാരുടെ കാശ് ചെലവാക്കി ഡൽഹി കാണാൻ പോവാം. കുത്തബ് മീനാറും രാജ്മഹലും ഒക്കെ കാണാം, കണ്ടിട്ട് വരട്ടെ. വേണമെങ്കിൽ അവിടെ പോയി എവിടെയെങ്കിലും സുഖവാസ കേന്ദ്രത്തിലൊക്കെ പോവാം. ഡാർജിലിങ്ങിലോ അല്ലെങ്കിൽ കുളു മനാലിയിലോ ഒക്കെ പോയിട്ട് വരട്ടെ. നാട്ടുകാരുടെ കാശല്ലേ, എന്തായാലും ഒരു ചെലവാക്കും, പിന്നെ ഇങ്ങനെയെങ്കിലും ആവട്ടെ. അല്ലാതെ ഈ യാത്ര കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് ഒരു BJPക്കാരൻ പോലും കരുതുന്നില്ല. കാരണം അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യം അത് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞില്ല. ഒന്നും ഇവർക്ക് കൊടുക്കാനില്ല, ഇവർക്ക് ഒരു രൂപരേഖയും കൊടുക്കാനില്ല. ഇതിലവിടെ ചെന്ന് ഞങ്ങൾക്ക് സഹായം വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ചില താല്പര്യങ്ങൾ BJPക്ക് ഉണ്ട് എന്നതുകൊണ്ട് ഒന്നും കൊടുക്കാതിരിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ പണ്ടാരോ പറഞ്ഞതുപോലെ, ആരോ ചന്തയ്ക്ക് പോയി നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ വാക്കുപയോഗിക്കുന്നില്ല. ചന്തയ്ക്ക് പോയി തിരിച്ചു വന്നു. എന്തിനാ ചന്തയ്ക്ക് പോയി? ചന്തയ്ക്ക് പോകാൻ പറഞ്ഞ് ചന്തയ്ക്ക് പോയി. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് വിമാനം കയറി ആരും ഡൽഹിയിലെത്തും. അവിടെ ചെല്ലുമ്പോൾ BJPക്കാരാണെന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രിയെ കാണാനും ചിലപ്പോൾ കഴിഞ്ഞേക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരത്ത് BJPയുടെ എന്താ പറയുക, അപ്രമാദിത്വം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് പോലും ഇല്ലാതാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.